കോഴിയിറച്ചി വില സംസ്ഥാനത്ത് നിയന്ത്രണമില്ലാതെ കുതിക്കുന്നു. ഞെട്ടിച്ച് കോഴിമുട്ടയുടെ വിലയും ഉയരുകയാണ്. വരും ദിവസങ്ങളിലും വിലയിൽ കാര്യമായി കുതിപ്പുണ്ടാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കേരള സ്റ്റൈൽ നാടൻ ചിക്കൻ കറി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പെപ്പർ ചിക്കൻ, ചിക്കൻ ഗീ റോസ്റ്റ്, കടായ് ചിക്കൻ തുടങ്ങി നാവിൽ കൊതിയൂറുന്ന ചിക്കൻ വിഭവങ്ങൾ ഇനി മറന്നോളൂ. കാരണം സംസ്ഥാനത്ത് കോഴിയിറച്ചി വില നിയന്ത്രണമില്ലാതെ കുതിക്കുകയാണ്. പോരാത്തതിന് കോഴിമുട്ടയുടെ വിലയും റെക്കോർഡ് തൊടുന്നു. പല സ്ഥലങ്ങളിലും 1 കിലോഗ്രാം കോഴിയിറച്ചി വിൽപ്പന നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ 245 രൂപയ്ക്ക് മുകളിലാണ്. കോഴിമുട്ടയുടെ ചില്ലർ വിൽപ്പനയാകട്ടെ 8 രൂപയിൽ നിന്നും 10 രൂപയിലേക്കും എത്തി. കഴിഞ്ഞയാഴ്ചയൊക്കെ 230 രൂപ വരെയായിരുന്നു കോഴിയിറച്ചിക്ക് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 245 മുകളിലേക്ക് കുതിക്കുകയാണ്. ബ്രോസ്റ്റ് ഇറച്ചിക്ക് 240, സ്പ്രിംഗ് ചിക്കന് 200, പാർട്സിന് 100 രൂപ ഇങ്ങനെയൊക്കെയാണ് ഈടാക്കി വന്നത്. വരും ദിവസങ്ങളിലും വില കാര്യമായി വർദ്ധിക്കുമെന്ന് തന്നെയാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. മെയ് 2ാം വാരത്തിൽ കോഴിയിറച്ചിക്ക് 200 രൂപയിൽ താഴെ മാത്രമായിരുന്നു വിലയുണ്ടായിരുന്നത്. എന്നാൽ കോഴിത്തീറ്റയുടെ വില കുതിച്ചതും തദ്ദേശ ഫാമുകൾ അടച്ചിട്ടതുമാണ് ഇത്തരത്തിൽ വില ഇരട്ടിക്കാൻ കാരണമായത്. കോഴിത്തീറ്റയ്ക്കാകട്ടെ പൊള്ളുന്ന വില. 50 കിലോയുടെ ചാക്കിന് 550 രൂപയാണ് ഈടാക്കുന്നത്. ഇതിനു പുറമെ 18 രൂപയുണ്ടായിരുന്ന ഒരു കോഴിക്കുഞ്ഞിന്റെ വിലയാകട്ടെ 48 രൂപയിലുമെത്തി. ഏകദേശം 38 മുതൽ 40 ദിവസം വരെ വളർച്ചയുള്ള കോഴികളെയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. കോഴിക്കുഞ്ഞിന്റെ വില, വളർച്ചയെത്തുന്നതുവരെയുള്ള തീറ്റ, പരിചരണം, മറ്റ് ചെലവുകൾ എന്നിവയെല്ലാം കൂട്ടിയാൽ 1.5 കിലോയോളം ഇറച്ചി ലഭിക്കുന്ന കോഴിക്ക് 200 രൂപയോളം ചെലവ് വരുന്നുണ്ട്. കേരളത്തിൽ പല ഫാമുകളും അടച്ചുപൂട്ടുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. കാരണം തമിഴ്നാട് ലോബിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരള പൗൾട്രി ഫാമേഴ്സിനുള്ളത്. 3,84,000 ഫാമുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. എന്നാൽ നിലവിൽ 1.5 ലക്ഷത്തോളം ഫാമുകൾ അടച്ചിട്ടിരിക്കുകയാണെന്നും കണക്കുകളുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.